വെച്ചിട്ട് അടിയില് പൊതുജനം വിലയിരുത്തട്ടെ. മുഖ്യമന്ത്രിയുടെ മുഖം വെച്ചിട്ട് അടിയില് വേറെ വളരെ നെയ്ക്കഡായിരിക്കുന്ന ഒരു പുരുഷന്റെ ശരീരഭാഗങ്ങൾ ചേർത്തിട്ട് ഒരു പടം ഇട്ടിരിക്കും. നിങ്ങൾ ഇനി പറ നടപടി എടുക്കണ്ടേ? എന്റെ മുഖം നഗ്നനായ ഒരു പുരുഷന്റെ ബോഡി അത് വെച്ചിട്ട് KSRTC ഒരു ജീവനക്കാരൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ എന്താ ചെയ്യേണ്ടത്? എന്നോട് വന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അതിന്റെ ഗൗരവമല്ല, അല്ലെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. വല്ല വിമർശനോ വല്ലതൊക്കെ ആണെങ്കിൽ വിട്ടേക്കാൻ പറഞ്ഞു. ഇതാണ് പോസിറ്റീവ്. ഇത് അനുവദിച്ചാൽ നിങ്ങളുടെയൊക്കെ കുടുംബാംഗങ്ങളെ പറ്റി ഇടുവാണല്ലോ, ഇല്ലേ? എന്തും ചെയ്യാം. പക്ഷെ ആൾക്കെതിരെ ഒരു നടപടി എടുത്തില്ലെങ്കിൽ അത് കൊടുക്കുന്ന മെസ്സേജ് എന്താ? നാളെ നിങ്ങളുടെയൊക്കെ പടമായിരിക്കും വരാൻ പോകുന്നത്. നിങ്ങൾക്ക് വല്ലതും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെയൊക്കെ പടം ഈ സെക്രട്ടേറിയറ്റിലെ ഒരു ഉദ്യോഗസ്ഥൻ ഏതെങ്കിലും സെക്രട്ടേറിയറ്റിലെ ഒരു വകുപ്പിനെതിരെ നിങ്ങളൊരു മാധ്യമ വാർത്ത കൊടുത്തതിന്റെ പേരിൽ നിങ്ങൾക്ക് സ്ത്രീകളാകട്ടെ പുരുഷന്മാരാകട്ടെ നിങ്ങളെ കുറിച്ച് അങ്ങനെ ഒരു ചിത്രം ഇട്ടാലോ? അപ്പോഴും ഞാൻ നടപടി എടുക്കും. ഇത്രയല്ല എനിക്ക് മറുപടി. ഒരു ആളുടെ തല വെട്ടിക്കയറ്റി വേറൊരു ബോഡിയിലേക്ക് വെക്കുന്ന സിസ്റ്റം, ഇവനെയൊക്കെ ജീവപര്യന്തം കൊടുക്കുക. ഇവനൊന്നും പബ്ലിക്കിൽ ജീവിക്കാനുള്ള അർഹതയില്ല. അതിന് ഒരു രാഷ്ട്രീയക്കാരും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഒന്നും ഇവനെ പോലെയുള്ളവനെയൊന്നും പിന്തുണയ്ക്കരുത്. കാരണം നിങ്ങളുടെ മക്കൾക്ക് നാളെ ഈ ഗതി വന്നേക്കാം. ഒരു കുട്ടിയെ വളർത്തിക്കൊണ്ട് വന്നത് തന്നെ എന്തോരം ബുദ്ധിമുട്ടി ആണെന്ന് മനസ്സിലാക്കാറില്ല. ഇതുങ്ങളുടെയൊക്കെ ഒരു നിസ്സാരം ഒരു സെക്കൻഡ് മതി, ഒരു മൈൻഡ് മാറിക്കഴിഞ്ഞാൽ കുട്ടികൾ എന്താ കാണിക്കണമെന്ന് അറിയാൻ പറ്റിയല്ല. ഇവനെയൊക്കെ ഉണ്ടല്ല പബ്ലിക്കിൽ നാട്ടുകൂട്ടം പോലെ ഉണ്ടാക്കിയിട്ട് ചാട്ടക്കടിക്കണം. ചാട്ടക്ക് ഒരു മുഖ്യമന്ത്രിക്ക് ഇവിടെ സ്വസ്ഥതയും മനസ്സമാധാനവും കൊടുക്കാത്ത രീതിയിൽ ഇവനെ